ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് മടുത്തോ? ടയർഡായി. ഇത് കണ്ടിട്ട് പറയാം. ഞാൻ ശ്രദ്ധിച്ചു 6 പേരിലൊക്കെ ഉണ്ട്. അല്ല ആക്ച്വലി പടത്തിന് വേണ്ടിട്ട് ഞാൻ ഒരു പേരിൽ വളർത്തിയായിരുന്നു. എന്നിട്ട് എവിടെ പടം കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത പടത്തിന് 6 പേരിലില്ലായിരുന്നു, 5 പേരിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുറിച്ചു കളഞ്ഞു. എങ്ങനെയുണ്ടായി യൂണിവേഴ്സിറ്റി കയറിയിട്ട്? ഇതിലും വലുതാവരായിരുന്നു തുടങ്ങി വെച്ചപ്പോ വിചാരിച്ചിരുന്നു ഇത് ആ ഒരു ലെവലിലേക്ക് പോകും. അങ്ങനെ ഒരു ഗ്ലോബൽ ഒരു അപ്പീല് ഈ യൂണിവേഴ്സിന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചിട്ടില്ല. എന്നിട്ട് ശരിക്കും തരാണ്ട് പറ്റിക്കുന്നുണ്ട് ഇപ്പൊ. സ്റ്റെപ്പ് ഇറങ്ങി വന്നതൊക്കെ ചേട്ടനാണോ ഡ്രൈവ് ചെയ്തത്? പിന്നല്ല. ശരി എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല ഉണ്ട് ഇല്ല. ഏറ്റവും നല്ല ഇൻട്രൊഡക്ഷൻ കിട്ടിയിരിക്കുന്നത് ചാന്ദിനിക്കാണ്. നല്ല വൃത്തിയുള്ള പാട്ടും. അതെ അതെ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി വീഡിയോ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകൾ വളരെ സ്പെഷ്യലാണ്. ഇന്നലെ റിലീസായ ഏറ്റവും പുതിയ ചിത്രമായ പ്രാവീൺ കൂട് ഷാപ്പിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബേസിൽ ചേട്ടൻ, ശാന്തിനി, സൗബിൻക ആൻഡ് ശബരീഷ് ചേട്ടൻ. വെൽക്കം. നിങ്ങളൊക്കെ അപ്പൂപ്പന്മാര്. ശാന്തിനി നല്ലല്ല, ശാന്തിനി ചാന്ദിനി മലയാളിയാണോ? ചാന്ദിനി ശാന്തിനി ചാന്ദിനി ഓക്കെ. അതല്ലേ പറഞ്ഞേ ശാന്തിനി. പിന്നെ വളരെ ശരിയാണ്. സോ വെൽക്കം. താങ്ക് യു. ഫിലിം ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ മൂവി ആയിരുന്നു. ഞാൻ ഇന്നലെ ലാസ്റ്റ് സെക്കൻഡ് ഷോ ആണ് പോയി കണ്ടത്. അടിപൊളി മൂവി ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെയൊക്കെ ഗെറ്റപ്പ് ചേഞ്ച് ആണ് അതില് ഭയങ്കര അടിപൊളി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. എന്തിങ്ങനെ ഇരിക്കണം? ചോദ്യം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്തോ ചോദിക്കാണെന്ന് ഞാൻ നോക്കിയിരിക്കുക. ഇല്ല, ഞാൻ പറയായിരുന്നു എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്തതാ. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പം ഇന്നലെ ഇങ്ങനെ ഫിലിം റിലീസായി കുറെ നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടി. നിങ്ങളിങ്ങനെ വളരെ സന്തോഷത്തിന്റെ മുൾമുനയിൽ നിൽക്കാന്നറിയാം. എന്നാലും എന്താണ് ആ ഒരു ഫീൽ ഷെയർ ചെയ്യും? സന്തോഷത്തിലാണ്, മുൾമുനയിലല്ല. അല്ല, പീക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ അതിങ്ങനെ കുടി 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 എക്സൈറ്റ്മെന്റ് പീക്ക് ലെവലായിരുന്നു. അത് വളരെ സന്തോഷമായിരുന്നു. പാടം കുറെ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഇങ്ങനെ ഈ പറയുന്ന പലരും പല ഗെറ്റപ്പ് ചേഞ്ച് ആയിട്ടുള്ള ഒരു ഫിലിമും പുതിയ രീതിയിലുള്ള ഒരു മേക്കിങ്ങും എല്ലാം കൂടി ആയിട്ടുള്ള മൂവി ഇന്നലെ ഇറങ്ങി. അതിന്റെ ഒരു സന്തോഷം ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട്. ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് മടുത്തോ? ടയർഡായി. ഇത് കണ്ടിട്ട് പറയാം. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയണോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. സൗബിൻകേന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇക്കടെ ഇപ്പൊ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കാലിന് വയ്യാത്ത ഒരാളുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗെറ്റപ്പ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ? അധികം നമുക്ക് റിവീൽ ചെയ്യാനും പറ്റത്തില്ല. ഇല്ല, ഇറങ്ങിയല്ലോ, പോസ്റ്ററിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ട്രെയിലറിലും കാലിന് വയ്യാത്ത കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വേറൊരു ഗെറ്റപ്പ് അമ്പിളി എന്ന് പറയുന്ന മൂവി അങ്ങനത്തെ വേറൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണെങ്കിൽ പോലും ഇതിൽ പൂർണ്ണമായിട്ടും കാലിന് വയ്യാത്ത ഒരാളും പിന്നെ മുടിയൊന്നും ഇല്ലാതെ കഷിന്റെ ആയിട്ട് ഫുൾ പിന്നെ കുറച്ച് ഏജ്ഡ് ആണ്, ടാൻ ആണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, എല്ലാ ദിവസവും രാവിലെ തന്നെ ഇത്ര സമയം അതിനുവേണ്ടി മേക്കപ്പ് ടൈം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്യാരലോട്ട് കയറാനും പിന്നെ ഇതുവരെ ചെയ്യാത്തൊരു മാനറിസം ആണല്ലോ. അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ കുറച്ച് പെയിൻഫുൾ ആയിരുന്നു കാലിന്. കാരണം സീക്വൻസ് മൊത്തം അഭിനയിച്ച് വരുമ്പോൾ, കാരണം 100 ദിവസത്തോളം മേലെ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. കുറേ ദിവസങ്ങളിലൊക്കെ ഫൈറ്റൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ നേരത്ത് ഒരു കാലിന് മാത്രം ഇതാക്കാൻ നേരത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായി പോലും അത് ഭയങ്കര രസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പടത്തിൽ അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ബേസിൽ ചേട്ടൻ ഇങ്ങനെ എനിക്ക് ചേട്ടൻ്റെ ഇന്റർവ്യൂസ് വരുമ്പോ ഇപ്പൊ ടെൻഷനാ. ഇടക്കിടക്ക് നമ്മളിങ്ങനെ ഇന്റർവ്യൂസിന് കാണുന്നുണ്ട്. അപ്പൊ ഇനി പുതിയതായിട്ട് എന്താ ചോദിക്കാന്ന് എനിക്ക് അറിയില്ല. ഇതിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴേക്കും പോലീസാണ്. കുറച്ച് എന്താ
ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സാധനമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു 6 വിരലൊക്കെ ഉണ്ട്. ഞാൻ ഒരു നിമിഷം ഞാൻ ഓർത്തു ഇല്ല റിയൽ അല്ല, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ മനസ്സിലായി ക്യാരക്ടറിനെയാണ്. പക്ഷെ ആക്ച്വലി അത് ഞാൻ കണ്ടോണ്ടിരുന്ന അടുത്തടുത്ത ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഇവിടെ മഷീനൊക്കെ ചോദിച്ചു 6 പേരിലുണ്ടോ പെട്ടെന്ന് റോളക്സിന്റെ കഴിവ് തന്നെയാണല്ലേ. അല്ല ആക്ച്വലി പടത്തിന് വേണ്ടിട്ട് ഞാൻ ഒരു വിരൽ വളർത്തിയായിരുന്നു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ ക്യാരക്ടറിന് വേണ്ടിയുള്ള ഒരു ഹോംവർക്കിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 2 മാസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു 6 പേരിലുണ്ടാവും. അപ്പൊ ഫ്രഷ് ആയിട്ട് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ടെൻഷൻ മാറിയില്ലേ? കുറച്ച് കഷ്ടപ്പെട്ടു. വളരെ. എന്നിട്ട് പടം കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത പടത്തിന് 6 പേരിലില്ലായിരുന്നു, 5 പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ മുറിച്ചു കളഞ്ഞു. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സൂപ്പിലിട്ട് വെച്ചിട്ടുണ്ട് വീട്ടില്. അടുത്തത് ചേട്ടനിലേക്കാണ് എന്റെ വരവ്. ഇതിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ആണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് വന്നൊരു ക്യാരക്ടറിലേക്ക് വന്നതോ എന്ന് വെച്ചാൽ വിളിച്ചപ്പോ വന്നു എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും രണ്ടും കൽപ്പിച്ചാണോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വെച്ചാൽ പിന്നെ എന്താ പറയാ ക്യാരക്ടറിലേക്ക് എങ്ങനെ വന്നേന്ന് ക്യാരക്ടറിലോട്ട് എങ്ങനെ അങ്ങനെ ഇറങ്ങി എന്തായാലും തർക്കത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കൃത്യമായിട്ട് പറയാം. അപ്പൊ ഇതിന്റെ ശ്രീരാജാണ് ഇങ്ങനത്തെ ഇതിന്റെ ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ റൈറ്റർ. പുള്ളിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെ ഇരിക്കണം, എന്താണ് ലുക്ക് എന്നുള്ളത്. പിന്നെ ഈ തോട്ട ബിജു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അയാളാ മാപ്രാണത്താണ് ഈ ഷാപ്പ്, പ്രാവിൻകുടി ഷാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ പറയുന്നുണ്ട്. എന്റെ ഒരൊറ്റ ഡയലോഗിലേ ഉള്ളൂ മാപ്രാണത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ലോക്കൽ ആളാണ്, സ്ഥിരമായി കള്ളുകൂടിയനായിട്ടുള്ള ഒരാള്, ചെറിയ അടിയടിയും ബഹളമൊക്കെ ഉള്ള ഒരാള്. ഇവിടെ വണ്ടി ഓടിക്കുന്ന ആളാണ്, ടിപ്പർ ഓടിക്കുന്ന, പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ എന്തായാലും അതേപോലത്തെ ആൾക്കാരെ നമ്മൾ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ കുറച്ച് ടാലന്റ് ആയിട്ടും കുറച്ച് അങ്ങനെ ആ ഒരു എന്താ ഫീച്ചേഴ്സിൽ എസ്തെറ്റിക്സിനൊന്നും ചെയ്യുന്ന ഒരാളായിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ആക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് മനോഹരമായിട്ട് റോണക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി പകുതി. ഇനി ബാക്കി ഷൂട്ടിന്റെ സമയത്ത് പിന്നെ നമ്മൾ സ്ക്രിപ്റ്റൊക്കെ വായിച്ചാണല്ലോ, അതിൽ തന്നെ നമുക്ക് കിട്ടും എന്താണ് ഇയാളെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണ. പിന്നെ ശ്രീരാജ് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ഇയാൾ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള, എന്തായിരുന്നു ഇയാളുടെ പാസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെച്ചാൽ ഈ പടത്തിന് ആവശ്യമില്ലെങ്കിലും നമുക്ക് അഭിനയിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയത്. എങ്ങനെ ഇറങ്ങി? അല്ല, ഇതിൽ ചോദിച്ചാല് ഇപ്പം ഡബിങ് ആണെങ്കിലും സ്ലാങ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് ഒരു റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻ? വിരല് വളർത്തുക അല്ലെങ്കിൽ മുടിയൊക്കെ വളർത്തി ചുരുണ്ട നിങ്ങൾ പറയുമ്പോ എല്ലാവരും ചിരിക്കും, ഞാൻ പറഞ്ഞ ആൾക്കാർ ട്രോൾ ചെയ്യും, അതാണ് പ്രശ്നം. പറയണ്ട. ഇല്ല, ഇത് ഡയറക്ടർ ശ്രീരാജ് തന്നെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ആൾക്കാർ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തത് വിഷ്വലി. അത് എന്താ റോണക്സ് ചേട്ടന്റെ ടീം അവര് ആണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം എനിക്ക് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ലുക്കും. ആ ലുക്കിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ക്യാരക്ടറിന്റെ ഒരു മാനേഴ്സ് ഒക്കെ അത് പിന്നെ കുറച്ചുകൂടി എളുപ്പമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇതിന്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ നോർമലി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് അപ്രൈറ്റ് നിൽക്കാൻ നോക്കില്ല. അപ്പൊ ഈ ക്യാരക്ടറിനൊക്കെ കുറച്ചുകൂടി സ്ലൗച്ചി ആണെങ്കിൽ നന്നായിരിക്കും തോന്നി. അപ്പൊ എനിക്ക് അതിനുള്ള സ്പേസും തന്നിരുന്നു ആസ് എ ഡയറക്ടർ. ലൈക്ക് ആൾക്ക് കറക്റ്റ് വിഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അന്നേരം ആ സ്പേസ് തന്നു. അപ്പൊ ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി എനിക്ക് എപ്പോഴും അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യാനാണ് കുറച്ചുകൂടെ താല്പര്യം. പിന്നെ കൂടെ ഉള്ള നമുക്ക് 3 സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് സീക്വൻസസ് ഉണ്ടായിരുന്നത്. നമുക്ക് അത്ര ഉണ്ടായിരുന്നില്ല. ഇവിടെ കൂടെ അഭിനയിക്കും ഇല്ല, ഞാൻ പോയിട്ട് എന്റെ തീർന്ന് വരുമ്പോഴേക്കും ആൾക്ക് ഷോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ പാസിംഗില് ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലുക്ക് ആണല്ലോ. സ്ക്രിപ്റ്റ് വൈസ് ഡയറക്ടറിന്റെ ഒരു ഹെൽപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ ഒരു പോർഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്തത്.
ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ റിവ്യൂസ് ഒക്കെ കാണുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യം സൗണ്ട് മിക്സിങ്. ഇത് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഒരു സൗണ്ട് മിക്സിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോ സീൻ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ശരിക്കും നമുക്ക് അത് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ കണ്ട സമയത്ത് ആ ഒരു ഫീല് നിങ്ങൾക്ക് വന്നില്ലേ? അതെ, നമ്മൾ വിചാരിച്ചതിനും പോലെ കുറെ ശബ്ദങ്ങൾ കേൾക്കാനും പറ്റി. പിന്നെ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് തന്നെയായിരുന്നു. വിഷ്ണു ഗോവിന്ദാണ് ഓഡിയോ ആൻഡ് മ്യൂസിക്, വിഷ്ണു വിജയൻ, ഷൈജു ഖാലിദ്. സോ അത് വിഷ്വലി തിയേറ്ററിൽ തന്നെ വിഷ്വലി ആൻഡ് ലൈക്ക് ഓഡിയോ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൂവി ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. എഡിറ്റിംഗ് ഷഫീഖാണ്. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് മറുപടി തരാം. നിങ്ങൾ എന്താ കളിയാത്ത പറഞ്ഞു വന്നല്ലോ, അതിന്റെ പറഞ്ഞല്ലേ വ്യത്യസ്തമായ സൗണ്ടുകൾ പറഞ്ഞു. കാരണം മയിലിന്റെ സൗണ്ടൊക്കെ പടത്തിലല്ലേ കേൾക്കുന്നത് അല്ലെ മച്ചാന്റെ സീക്വൻസിലൊക്കെ പെട്ടെന്ന് ഒരു മയിലിന്റെ ശബ്ദമൊക്കെ വന്നിട്ട് അല്ല മിക്ക ഇതിൽ നമ്മൾ കേൾക്കാത്ത കുറെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അവിടെ പരിസരങ്ങളിലുള്ള അമ്പലത്തിലെ പാട്ടുകളാണെങ്കിലും പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പൊ റേഡിയോയുടെ ആണെങ്കിലും സ്റ്റേഷൻ്റെ അകത്തുള്ളതാണെങ്കിലും മുകളിൽ നടക്കുന്ന അവര് സംസാരിക്കുന്നതാണെങ്കിലും അവിടെ ഇടിവെക്കുന്ന സൗണ്ടാണ്. ഇപ്പൊ അത് കണക്ട് ആയിട്ടാണ് സീനിലും വരുന്നത്. ആ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന്. അപ്പൊ അങ്ങനത്തെ കുറെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സൗണ്ടിന് കുറെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറെ സീക്വൻസും സീനുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഡബ് ചെയ്യുമ്പോഴൊന്നും അത് കേൾക്കുന്നില്ലല്ലോ പൂർണ്ണമായിട്ട്. ഡിസൈൻ ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ അത് തിയേറ്ററിൽ കേട്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. സിനിമയില് വിഷ്വലിനേക്കാൾ പ്രാധാന്യം സൗണ്ടിന് തന്നെയാണ്. സിനിമയില് ശരിക്കും നമ്മൾക്ക് ഇത് സൗണ്ട് മ്യൂട്ട് ചെയ്ത് സിനിമ കാണാൻ പറ്റില്ല, പക്ഷെ ശബ്ദരേഖ കേൾക്കാലോ. സൗണ്ടിന് പാട്ടുകൾ നല്ല രസമുള്ള പാട്ടുകൾ, നല്ല പാട്ടുകളാണ്. അതിലൊരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. അത് നമ്മള് സിനിമ ഇറങ്ങുന്നതിന് കുറെ മുമ്പേ ഭയങ്കര ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. മറ്റേ ഇനി അത് ഇറക്കാൻ സാധ്യത ഉണ്ട്. കാരണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. സിനിമയിൽ മുഴുവനായിട്ടില്ല, പക്ഷെ ഫുൾ സോങ് നല്ല രസമുള്ള സോങ്. പിന്നെ ചവിട്ടി കുത്തുന്നും പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, നല്ല രസമുള്ള ഒരു പാട്ട്. ഈ ഫൈറ്റ് സീനിന്റെ ഇടയിൽ അത് പ്ലേ ചെയ്തിട്ടുണ്ട്. ചവിത്തിക്കുത്ത് കുത്തുപാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ചവിത്തിക്കുത്തെന്നും പറഞ്ഞ അതിൽ ലിറിക്ക് മൂസിനാണ് അതിന്റെ ലിറിക്ക് എഴുതിയത്. നല്ല രസമുള്ള ലവ് സോങ്ങിന്റെ മൂസിനാണ്. അല്ല, ലവ് സോങ് സുഹേലാണ് എഴുതിയത്. മറ്റേതാണ് സുഹേൽ. അല്ലല്ല, മൂസിനില്ല, ലവ് സോങ് ആണ് മൂസിൻ. അത് വിനായക്. ലവ് സോങ് അല്ലല്ല, ശവത്തിക്കുത്ത് മോശം എഴുതിയാണ് ആണല്ലേ എന്നാണ് എന്റെ ഒരു ഇത് ലവ് സോങ് മൂസിനാ മുരി. അപ്പൊ സുഹേൽ എന്താ സോങ് വിനായക നമ്മളത് കണ്ടതാ. ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ. ഒരു വില്ലേജ് കയറി വന്നല്ലോ മുഖത്ത്. ഇതില് ഇപ്പൊ സൗബിന്റെ ക്യാരക്ടറും കൊറേ ഇപ്പൊ മാജിക് കൊറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ചീട്ടിന്റെ പരിപാടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? കൊറേ ടൈം എടുത്തോ അത് പ്രാക്ടീസ് ചെയ്യാനോ? ഷൂട്ടിന്റെ സമയത്ത് അതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ രണ്ടുപേരും ഉണ്ടായിരുന്നു. അതിന്റെ അങ്ങനത്തെ മെയിനായിട്ട് ചീട്ടിന്റെ അല്ല, കോയിന്റെ കുറെ പരിപാടി, കോയിൻ വെച്ചിട്ട് ഇങ്ങനെ മറിക്കുന്നത്. അത് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ അധികം ചെയ്തിട്ടില്ല. ചീട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള കാര്യം, കട്ടായിട്ട് പോകുന്നതുകൊണ്ട് ചീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അതും പഠിക്കാൻ പറ്റി. പിന്നെ കുറച്ച് വേറെ ടൈപ്പ് കുറച്ച് മാജിക്കും അതിന്റെ ട്രിക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുവന്നപ്പോ അത് ഭയങ്കര കൺകേട്ടാണ്. അങ്ങനത്തെ മാജിക്കൽ യൂസ് ചെയ്യുന്ന ഇത് ഒഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അവർ കൂടെ. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ടൈം കൂടി കിട്ടിയിരുന്നെങ്കിൽ വേറെയും കുറച്ച് നല്ല ഇതും ചെയ്യാമായിരുന്നു. കോയിന്റെ ആണെങ്കിൽ പോലും കുറച്ചധികം സമയം എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ വേറൊരു സീനായിരുന്നു ചേസിങ് സീൻ. അതില് ഇപ്പം അതിന്റെ ക്യാമറ ആണെങ്കിലും ആ ഒരു സീൻ എടുത്തിരിക്കുന്ന രീതി ആണെങ്കിലൊക്കെ ഒരുപാട് പേര് എടുത്ത് പറയുന്ന ഒരു സാധനം. അപ്പം ആ ഒരു സീൻ മേക്കിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും? റിസ്കി ഒരു സാധനമായിരുന്നു നമ്മൾ. കാരണം ഇപ്പൊ മറ്റേ സ്കൂൾ ബസ്സിലാണെങ്കിലും നമ്മളെ സ്കൂട്ടറിൽ പോകുന്നുണ്ട് ഇപ്പോഴും ക്യാമറയും അതിന് രണ്ടിനും കൂടി ഇപ്പോഴും മുട്ടാണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ ക്യാമറയും കൂടി ട്രാവൽ ചെയ്യുന്നുണ്ട് സ്കൂട്ടറിൽ. അപ്പൊ ഈ രണ്ട് പണ്ട് പോകുന്ന നേരത്താണ് ഇപ്പോഴും ഈ ക്യാമറയും കൂടി ഇതിന്റെ ഇടയിൽ കൂടി പോകണം. അപ്പൊ അത് മേക്കിങ്ങിൽ ഷൈജു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതിനെ വിടാണ്ട് സിംഗിൾ ഷോട്ട് കാര്യങ്ങളും അത് ഭയങ്കര എന്താ പറയുക കൊറിയോഗ്രാഫി ഭയങ്കര രസമായിരുന്നു ആ ചേസിന്റെ. അതുകൊണ്ടാണ് അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതിൽ ഗ്രാഫിക്സും കാര്യങ്ങളും അങ്ങനെയൊന്നും
യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ഓക്കെ. അതിലങ്ങനെ ഗ്രാഫിക്സ് ഒന്നും ഇപ്പൊ ജമ്പ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പൊ റോപ്പില്ലാണ്ടാണ് ചാടിയിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണോ? അല്ല മറ്റേ ചാടിയ ഞാനല്ല, അത് അവിടെ ഇനി ഷൂട്ട് ബാലൻസ് ഉണ്ടായിരുന്നു. സമ്മതിക്കില്ല. വെള്ളത്തിലോട്ട് ചാടിയത് റിയൽ തന്നെയാണ്. ഞാൻ അത് ഞാൻ തന്നെ അത് ഞാൻ തന്നെയായിരുന്നു ചാടിയത്. ഓക്കെ ഓക്കെ. അതേ സീൻ പോലെ തന്നെയാണ് വേറൊരു ചേസിംഗ് സീൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ആ ബൈക്ക് റൈഡ് സീൻ, മിറാൻഡിന്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സീനും. വീട്ടിലേക്ക് പോകുന്ന ആ സീനും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, അതും ഈ പറയുന്ന ഈ സീൻ ഷൂട്ട് ചെയ്ത പോലെ തന്നെയാണ് അതും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ തൃശ്ശൂർ ടൗണിലൂടെ രാത്രിയാണ്, സിംഗിൾ ഷോട്ടാണ് ഫുള്ള്. മറ്റേ അത്രയും ദൂരം ലൈറ്റപ്പ് ചെയ്യണം, അവിടെ നിന്ന് ഇനി അറ്റം വരെ ഒറ്റ ഷോട്ടാണ്. അത് കട്ട് ചെയ്തെല്ലാം എടുക്കുന്നത്. അപ്പൊ ഒറ്റ സ്ട്രെച്ചിൽ എല്ലാം ലൈറ്റപ്പ് ചെയ്തിട്ടാണ് ഈ സീൻ എടുക്കുന്നത്, ഈ ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ബൈക്ക് മുമ്പിൽ പോകുമ്പോൾ ക്യാമറ ഒഴിച്ച് ഹോൾഡ് ചെയ്തിട്ട് ക്യാമറമാൻ തിരിഞ്ഞിരിക്കും ബാക്കിൽ, എന്നിട്ടാണ് മറ്റേ ബൈക്ക്. അപ്പൊ ഈ ബൈക്ക് ചെയ്യണം അതേ സ്റ്റണ്ട് മുമ്പിലുള്ള ബൈക്കുകാരനും ചെയ്യുന്നുണ്ട്. അതിന്റെ പുറകിൽ ക്യാമറ വെച്ചിട്ട് ഒരാളും ഇരിപ്പുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി വരുന്നതും സ്ട്രീറ്റ്, ചെറിയ നാരോ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ പോകുന്നതും, അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങുന്നത്, അങ്ങനെ 2 പ്രാവശ്യം വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നുണ്ട്. ചെറിയ കല്ലിൽ കൂടെ പോകുന്നു, വലിയ റോട്ടിൽ കൂടെ പോകുന്നു, പല പല ടെറൈൻ അത്രയും സമയത്തിനുള്ളിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സിക്യൂഷൻ ആണ്, ഒരു ടെക്നിക്കൽ അച്ചീവ്മെന്റ് ആണ്, ഒരു സംശയമില്ല. കാരണം അതിൽ VFXോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ ആയിട്ട് റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തതാണ്. സ്റ്റെപ്പ് ഇറങ്ങി വന്നതൊക്കെ ചേട്ടനാണോ ഡ്രൈവ് ചെയ്തത്? പിന്നല്ലാണ്ട്. ശരി, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്നുകൂടെ ചോദിച്ചാൽ മറ്റേ സൂപ്പർ നല്ല സിമ്പോലെ അല്ലത് മനസ്സിലായില്ലോ. നല്ല സ്റ്റെപ്പൊക്കെ നല്ല രസമായിരുന്നു. ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോയിരുന്നോ? 2 മാസം. ആണോ? 2 മാസമല്ല, അപ്പുറത്ത് പറഞ്ഞു. അതെ ഷൂട്ട് തുടങ്ങാൻ മുന്നേ നല്ല രസമായിരുന്നു. എന്റെ പ്രോസസ് ഒരു സൈഡില് വേരകള് വളർന്നുകൊണ്ടിരിക്കുന്നു, 2 മാസത്തിൽ ഇതെല്ലാം സംഭവിക്കണം. 2 മാസം മുമ്പ് പറഞ്ഞുകൊണ്ട് ഓക്കെ ആയിരുന്നു. ഇല്ലെങ്കിൽ വരലൊക്കെ വളർന്ന് ഷൂട്ടിംഗ് കാര്യം വൈകിരുന്നല്ലോ. എന്തായാലും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴൊക്കെ ഇവിടെ വിരല് വളർന്നുകൊണ്ടിരിക്കുക. അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മള് അറിയാണ്ട് ഓണക്കടിക്കും. അപ്പൊ സ്പീഡ് കൂടും. നല്ല രസമുണ്ട്. ഇതിന്റെ സെക്ടർ പ്രാവൻകൂട് ഷാപ്പിന്റെ സെക്ടർ ഭയങ്കര ഒരു എസ്തെറ്റിക് ബട്ട് കുറച്ചുകൂടി റിയൽ ആണ്. അപ്പോ എങ്ങനെ അത് ഫുൾ മാപ്രാണല്ലേ? ബേസിക്കലി ഞാൻ കൊടുങ്ങല്ലൂരാ, തൃശ്ശൂർ. താങ്ക് യു. കൊടുങ്ങല്ലൂരാണ് സ്ഥലമല്ലേ? മാപ്രാണം ഷാപ്പുണ്ട്. എവിടെ? പറവൂരെന്ന് പറയും. പറവൂർ എനിക്കറിയാം, അതിൽ കൂടെ ഞങ്ങൾ പോകും. മാപ്രാണം ഷാപ്പുണ്ട്, പോയ ഷാപ്പുണ്ട്. ഇവിടെ ഞാനോ കേട്ടിട്ടുണ്ടോ? ഇതെന്താ ആരും ഈ ക്യാമറ മുന്നിൽ പോയിക്കണെന്ന് പറയാത്തല്ലേ? പോയിട്ടില്ലായിരിക്കും. മുല്ലപ്പന്തലൊക്കെ പോയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ കഴിക്കുന്ന. ഭക്ഷണം കഴിക്കാലോ. അല്ല ചേട്ടൻ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഷാപ്പിൽ പോയിട്ടുണ്ട്, ഷാപ്പിൽ പോയിട്ടില്ല. ഇല്ല, അവിടെ ഞാൻ പോയിട്ടില്ല. മുല്ലപ്പന്തലൊക്കെ പോയിട്ടുണ്ട്. മുല്ലപ്പന്തൽ ഞാൻ പോയിട്ടില്ല, മാപ്രാണത്തും പോയിട്ടില്ല. എന്റെ വീടിന്റെ അടുത്തുള്ള ചെറായി ഷാപ്പിൽ പോയിട്ടില്ല. ചെറായില്. ഓക്കെ ഓക്കെ. സെറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സെറ്റ് നമ്മള് ഷൂട്ടിന് വേണ്ടി കുറച്ച് വലിയൊരു ഷാപ്പാണ് ഇട്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സീക്വൻസ് കാര്യങ്ങളും അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ കറക്റ്റ്
ഷാപ്പിന്റെ ഒരു രീതി തന്നെ, മുറികളും കാര്യങ്ങളും, പിന്നെ ആ ഓരോ മുറികൾക്കും ഒരു ഡിസൈൻ ഉണ്ടല്ലോ കഥാപരമായിട്ടാണെങ്കിലും അവരെവിടെ ഇരിക്കണം. അതുകൊണ്ട് അത് തന്നെ ആ ഷാപ്പിന്റെ ഡിസൈൻ തന്നെ സ്ക്രിപ്റ്റിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പൊ അത് ഫുൾ സെറ്റാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഇതിൽ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം, നോർമലി ഇപ്പം ആക്ടേഴ്സ് ഒരു സിനിമയിൽ ഇപ്പം ഒരു ഇൻട്രോ സീൻ അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഒരു എൻട്രി നമുക്ക് ഒന്ന് ഫീൽ ചെയ്യുമല്ലോ. പക്ഷെ ഇത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ ഓരോ ക്യാരക്ടേഴ്സ് കാണിച്ചതും അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചായിരുന്നു. ഇല്ല അത് അങ്ങനെ വന്നാൽ മതി എന്നുള്ള ഇന്റർവ്യൂവിൽ ഇങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും പ്രശ്നമില്ലല്ലോ, പിന്നെ ശീലമായില്ലേ. ഭയങ്കര തർക്കത്തിലാണ്. അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഓരോരുത്തരെ പയ്യെ പയ്യെ കാണിച്ചു വരാം. അവരോ കാരണം തുടക്കം തന്നെ വലിയ ഇത് കാണിക്കണ്ട, അവർക്ക് ഇനിയും സ്പേസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാരെയും അത് ഒരു ലൈറ്റ് ആക്കി കൊണ്ടുവന്ന് വലുതാക്കാന്നുള്ള ഡിസൈൻ തന്നെയായിരുന്നു ഡയറക്ടറിന്റെ. പിന്നെ എന്റെ ആണെങ്കിലും തുടക്കം ആ ഷാപ്പിലെ പാട്ട് ടൈപ്പ് സമയത്താണെങ്കിൽ പോലും കൈയും കാലും അങ്ങനത്തെ ഇതുള്ളൂ, അല്ലാണ്ട് ഫേസും അധികം കാണിക്കുന്നില്ല ഇതിന്റെ ഇടയിൽ. അങ്ങനെ ഇൻട്രൊഡക്ഷൻ അങ്ങനത്തെ പരിപാടി ഒന്നും നമുക്ക് പയ്യെ പയ്യെ വന്നാൽ മതി. ഓവറായിട്ട് കാണിക്കേണ്ട സീക്വൻസ് വരുമ്പോ കയറാന്നുള്ള ചാന്ദിനിക്കാണ്. നല്ല വൃത്തിയുള്ള പാട്ടും. അതെ, നല്ല പാട്ടുണ്ട്. അടിപൊളി. അത് നല്ല പ്രവണശേഷി പാടി ഹിറ്റാക്കിയ പാട്ടാണ്. ഞാൻ പാടി പുള്ളിയെ ഞാൻ കാണുമ്പോ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷേ നിങ്ങളുടെ പ്രൊമോഷൻ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ, സ്റ്റേജിലൊക്കെ പോയിട്ട് പാട്ട് പാടുക, ഭയങ്കര ചിൽ വൈബ്. എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും ഇത്രയും ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. സത്യം. താങ്ക് യു. ഇതന്നെയല്ലേ രാവിലെ പറഞ്ഞത്. അങ്ങനെയൊന്നും പറയല്ലേ. ഓക്കെ, അതെ. ഇവരെങ്ങനെയാ ലൊക്കേഷനിൽ ഇങ്ങനെ തന്നെയാണ്? പറഞ്ഞു ഇവരെങ്ങനെയാണോ ഇപ്പൊ കാണുന്നത് അതിനെക്കാട്ടും കൂടുതലായിരിക്കുമല്ലോ കുറച്ചും കൂടെ അറിയുന്ന ആൾക്കാരുടെ. ക്യാമറ ഇല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി. അതെ അതെ, ക്യാമറ ഇല്ലെങ്കിൽ അപ്പം ഷോർട്ടിന്റെ കട്ട് എന്ന് പറയുമ്പോൾ പോയിട്ടുള്ള ഇപ്പൊ വേറെ ഇന്ററാക്ഷനും ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫൺ. സൗഭിക്കിന്റെ കൂടെ ആവുമ്പോൾ ഇങ്ങനെ ഫുൾ ഫുഡിന്റെ ഇവിടെ ഇങ്ങനെ പിന്നെ വേറെ ഇങ്ങനെ കഥകൾ പറഞ്ഞിങ്ങനെ അത് ചിരിയാണ്. കണ്ടേജിയസ്. അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചിരിക്കാൻ തോന്നും. ഒരു അതുകൊണ്ടാണ് ഇപ്പൊ ചിരിക്കാത്ത ഇന്റർവ്യൂല്. ഞാൻ ഇന്ന് കേട്ട ചേട്ടൻ ഇന്റർവ്യൂലൊന്നും ചേട്ടൻ അങ്ങനെ ചിരിക്കുന്ന കേട്ടില്ല. കോമഡി വേണ്ട ചിരിക്കാനായിട്ട്. കോമഡി ഉണ്ടെങ്കിലും ആ ഒരു ചിരിയിലേക്ക്. പക്ഷേ ചിരിച്ചല്ലോ, ഇപ്പൊ കൊറേ ചിരിച്ചല്ലോ. നല്ല കോമഡി കോമഡി പറഞ്ഞാൽ ഞാൻ ചിരിക്കാം. മസ്താനി പറഞ്ഞാൽ മതി കോമഡി. ചേട്ടാ നിങ്ങളിങ്ങനെ ഇന്റർവ്യൂ തന്നിട്ട് പോവേറെ കയറുന്നത് ഞാനാ. അല്ല, പക്ഷേ താഴെ ഇറങ്ങിയാലല്ലേ എയറിലല്ലേ ഇപ്പോഴും. ഇതിലിപ്പോ ഇത് എഴുതിക്കൊണ്ടുപോകുന്നുണ്ടല്ലോ ചോദ്യങ്ങള്. ഞാൻ വിചാരിച്ച ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇതില് ശിവജിത്ത് ചേട്ടന്റെ ക്യാരക്ടർ അത് ശരിക്കും എടുത്ത് പറയേണ്ട ഒന്നാണ്. ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന അതില് ആ ഒരു മറ്റേ പറയാ കൊല്ലാൻ വരുന്ന ഒരു സീൻ, നൈറ്റ് ഓടി വന്നിട്ട് ക്യാരക്ടർ കാണുന്ന ഒരു ഇൻസിഡന്റ്, ആ ഓടി വരുന്ന ആ ഒരു ഓട്ടത്തില് ലിറ്ററലി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്നത് എന്നുള്ള ആ ഒരു ഫീൽ കിട്ടും. ശരിക്കും നമുക്കും തന്നെ ഒരു ഫിയർ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും, കാരണം അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലല്ലോ ഇന്റർവ്യൂല. അത് ഈ പറയുന്ന പോലെ അതിന്റെ ഒറ്റക്കൊമ്പൻ, കൊമ്പൻ ബാബു എന്നൊക്കെ പറയുന്ന ഡെഫിനേഷൻ അനുസരിച്ചിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശരീരപ്രകൃതവും ആ മാനറിസവും ഒക്കെ ഉള്ള ഒരാളാണല്ലോ. മൊത്തത്തിൽ ഒരു റഫായിട്ടുള്ള ഒരാളാണ്. എന്നാൽ പുള്ളിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ അന്വേഷണങ്ങളും, എങ്ങനെ മരിച്ചു, പുള്ളിയുടെ ഇടപാടുകളും അതും ഇതെന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ. അപ്പൊ അത് കറക്റ്റായിട്ട് ആ സ്റ്റേച്ചറും കാര്യങ്ങളൊക്കെ പുൾ ഓഫ് ചെയ്താൽ മാത്രമേ ആ ക്യാരക്ടർ സ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് നമ്മൾ വായിക്കുമ്പോഴൊക്കെ. അങ്ങനത്തെ ഒരു ശരീരവും അങ്ങനത്തെ ഒരു ഇത്ര പേരൊക്കെ ഒറ്റക്കടിച്ചിടുന്നുണ്ടല്ലോ. അത്രയും പേര് ഒറ്റയ്ക്ക് നേരിടുന്ന കോൺഫിഡൻസും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അത് പുൾ ഓഫ് ശിവജിത്ത് വളരെ രസകരമായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പുള്ളി അതിന്റെ മാനറിസം, ചെറിയ ചെറിയ മാനറിസങ്ങളിലാണെങ്കിലും, പുള്ളി മുണ്ടെടുക്കുന്ന രീതിയിലാണെങ്കിലും, പുള്ളി ഓരോ അടിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ബിൽഡപ്പുകളാണെങ്കിലും, ഈ പറയുന്ന പോലെ ഓട്ടത്തിലൊക്കെ ആണെങ്കിലും
ഭയങ്കര രസമായിട്ട് പുള്ളി അത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സംസാരിക്കുന്ന രീതി തന്നെ ഭയങ്കര ഡിഫറെന്റ്, പേടിയാവും നമുക്ക്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ആ ഒരു പഴയ ബാക്ക്ഗ്രൗണ്ടും ഈ പറയുന്ന മറ്റേ കലാ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരിക്കും അത് അതിനെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പുൾ ഓഫ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്ന സ്കൂളിലൊക്കെ കലാപ്രതിഭയായിരുന്നു, കലോത്സവങ്ങളിലൊക്കെ സ്റ്റേറ്റ് ലെവൽ 2 വർഷം കാലഘട്ടത്തിൽ 2 വർഷം അടുപ്പിച്ച കലാപ്രതിഭ സ്റ്റേറ്റ് ലെവൽ 2 വർഷം സ്റ്റേറ്റ് ലെവലിൽ. മനസ്സിലായില്ലേ? അല്ല എനിക്കറിയാം ഡാൻസ് 7 ഐറ്റം ദിവസം ചെയ്ത് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ശിവജിത്ത് ശിവജിത്ത് ഡാൻസിലാണോ? ഡാൻസ് മിനിമം 7-8 ഐറ്റത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടണം. തിരുവാതിര അതും ചെയ്തിട്ടുണ്ട് പുള്ളി. മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി. എന്തോ തമാശക്ക് പറയണ പോലെയാണോ? സീരിയസ് എനിക്കറിയാം. മുഖം കണ്ടിട്ട് കണ്ടിട്ട് ഞങ്ങളെന്തോ നുണ പറയുന്ന പോലെ. എനിക്കറിയാം. ഓക്കെ. ഇതിലിപ്പോ കുറച്ച് വയലൻസും കൂടി ഉണ്ട്. ഇപ്പൊ വാതിലിന്റെ ഇടയിൽ ആലോചിച്ചിട്ട് അടിച്ച് കൊല്ലുന്ന സീനൊക്കെ കുറച്ച് വയലൻസും കൂടി. എനിക്ക് 16+ ആണ് അല്ലേ ഫിലിം? അതെ അതെ 16+ ആണ്. പോസ്റ്ററിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അത് വായിക്കണോ? അത് ചീട്ടിന്റെ അതല്ല അത് ചീട്ടിന്റെ. ഞാൻ ആക്ച്വലി ഇവിടെ ഇരുന്നിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ അത് കണ്ടത്. ഞാൻ എന്തായാലും എന്റെ മുന്നേ ഒരു വീഡിയോ കാണിച്ചു തരാം. പുതിയത് എന്തെങ്കിലും ആയിരിക്കും. ഇത് ഷോ ആയിട്ട് ബന്ധപ്പെട്ടാണോ അതോ ഷോ അല്ല? ഷോ ഇന്റർവ്യൂ റോളിംഗ് യൂണിവേഴ്സ് ആയിരിക്കും മിക്കവാറും. അത് എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ കൈ കാണിച്ചപ്പോ തന്നെ മനസ്സിലായി. ഇതല്ലേ? ഇത് നമ്മളെ ഇതിപ്പോഴാണ് കാണുന്നത്. ഇതവിടെ ബേപ്പൂര്. ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു അത് പറഞ്ഞാണോ ശരിക്കും? കിട്ടി ആരെങ്കിലും എടുത്താന്ന് അറിയില്ല. കിട്ടി ഒരാൾ നോക്കിയപ്പോ കിട്ടിയില്ലെന്ന് പറഞ്ഞു. അതേ സംസാരിച്ചപ്പോ വേറെ സൈഡിൽ നിന്ന് ഒരാൾ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനുണ്ട്. ഞാൻ കൈ പോയപ്പോ ഞാൻ പറഞ്ഞു അളിയാ ഒരെണ്ണം വന്നിട്ടുണ്ട്, എനിക്ക് മിസ്സായി പോയി. കൈ കിട്ടിയാ കേറുമ്പോ തന്നെ നമുക്ക് ഈ പറയുന്ന സമ്മാനദാനം കൂടെ ആകുമ്പോ കുറേ പേര് ഒന്ന് സമ്മാനം മേടിക്കുന്നു, എല്ലാരും ഇതാണ്. ഇത് ഇങ്ങനെ എന്നിട്ട് അത് ഇങ്ങനെയൊക്കെ ഷെയ്ക്കന് വരുന്നുണ്ട് പോലും. ഞാൻ ഈ കൈ തള്ളവില് തള്ളത് ഇങ്ങനെ കൊടുത്തിട്ട് അപ്പോഴൊക്കെ എടുത്തു. ഇത്രയെങ്കിലും വരെ എത്തണ്ടേ? അപ്പൊ അവര് ഷെയ്ക്കണെന്ന് അവരെന്ത് വിചാരിക്കും? നമ്മളുടെ മോശമല്ലേ? അത് വന്നപ്പല്ലേ കൊടുത്തത്. ഇയാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പിന്നെ കാര്യമില്ല. ചേട്ടാ ഒരു മിനിറ്റ് പിന്നെ തിരിച്ചു അപ്പൊ എനിക്കും തിരിച്ചു കിട്ടിയില്ലായിരുന്നു. അതിന് കഥയില്ല അല്ലേ? മിസ്സാവുന്നതേ വരുള്ളൂ. ഇപ്പം മിനിസ്റ്റർക്ക് കിട്ടിയതൊക്കെ തിരിച്ചു വിളിച്ചത് എന്തായാലും ഇടൂല അവര്. കിട്ടിയാലും ഇടൂല. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. പിന്നെ നമുക്ക് ടെൻഷനില്ല. വലിയ ഇതൊന്നുമില്ല. കാരണം രക്ഷപ്പെട്ടല്ലോ. ഇതിലും വലുതാവരായിരുന്നുള്ള. പക്ഷെ നിങ്ങളുടെ യൂണിവേഴ്സിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. എത്രയോ ആൾക്കാർ പഴയതൊക്കെ വരുന്നുണ്ട് ഇപ്പൊ. പഴയതൊക്കെ കുത്തിപ്പൊക്കി എന്റെ ചെറുപ്പത്തിലുള്ള എന്നൊരെണ്ണം വന്ന് DQന് കൈ കൊടുത്തിട്ട് DQ ഇങ്ങനെ കൈ തന്നു. അപ്പൊ ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ കണ്ടില്ല. അത് വന്നു. അപ്പൊ ആരും ഏറെ കയറിയത് റൊണാൾഡോ ഒക്കെ ഉണ്ട്, ക്രിസ്ത്യാനോ, എല്ലാരും ഉണ്ട്. കുറെ പേരുണ്ട്. വലിയ വലിയ ഇന്റർനാഷണൽ തലങ്ങളിലേക്ക് അത് എത്തി. തുടങ്ങി വെച്ചപ്പോ വിചാരിച്ചിരുന്നു ഇത് ആ ഒരു ലെവലിലേക്ക് പോകും. അങ്ങനെ ഒരു ഗ്ലോബൽ ഒരു അപ്പീല് ഈ യൂണിവേഴ്സിന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു ഇത് രസമുണ്ട്. ഇതൊരു കോമഡി അല്ലേ? കോമഡി ആയിട്ട് പോയതല്ല ചെറിയൊരു നല്ല രസമുണ്ട്. നല്ല രസം. ഞങ്ങൾക്ക് നല്ല രസം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നെക്സ്റ്റ് ആരാണ് എപ്പോഴാണെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ തുടങ്ങിയത് കൊണ്ടാണ്, പറഞ്ഞുകൊണ്ടാണ്. ഇതിനിപ്പോ നിറയെ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പിന്നെ എല്ലാരും ഇതിനു വേണ്ടി നോക്കിയിരിക്കുക. അതും കൂടെ ഉണ്ട്. ചേട്ടന്റെ സ്റ്റേജിൽ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മള് നോക്കിയിരിക്കും. അപ്പൊ അതുമല്ല ഇപ്പൊ വന്നിട്ട് ശരിക്കും തരാണ്ട് പറ്റിക്കുന്നുണ്ട് ഇപ്പൊ. അങ്ങനെയുണ്ട് ഇപ്പൊ. അപ്പൊ അവരും കിട്ടുമല്ലോ, അവരെയും കിട്ടുമല്ലോ. നോക്കി
ടാർഗറ്റ് ലോക്ക് എന്നും പറഞ്ഞിട്ട് കൈ കാണുവാണ് ഓക്കെ, ഇവൻ ഷെയ്ക്കാൻഡ് തരാൻ തന്നെയാണ് ഓക്കെ എന്നാ കൊടുക്കാം എന്നുള്ളൊരു കൊറേ നമ്മള് നോക്കും. അന്ന് ഇവിടെ വരെ എത്തി ചില സമയത്തായിരിക്കും അയ്യോ കൊടുക്കണ്ടായിരുന്നു പോയി. ആ പരിപാടിക്ക് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് എന്തോ വലിയ ഇതിലുള്ള ഒരാളായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും ഇത് തന്നെ ഓരോരുത്തർ വരുമ്പോഴും ഇത് കൊടുത്തോ, കൊടുക്കാല്ലേ, ആ കൊടുക്കും, ഇത് കൊടുത്തോ, ആ കൊടുത്തു. അതിന്റെ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരി ഇങ്ങനെ കൈ കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് വലിച്ചു. ഞാൻ ഇങ്ങനെ കൊടുക്കാൻ പോയതാണ്, പോണുണ്ടപ്പോ അപ്പൊ അടുത്ത് നിന്നിട്ട് പുള്ളി ജസ്റ്റ് മിസ്. അത് വലിയ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആളാണ്. പുള്ളിയൊക്കെ ഇതിലെ ട്രിപ്പ് നിങ്ങളുടെ കാര്യം മുഖമൊന്നും നോക്കില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവാ. മുഖത്ത് നോക്കാൻ പറ്റില്ല. ചേട്ടൻ അങ്ങനെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? വലിയ എന്റെ അറിവില്ല, ഞാൻ കൈ നോക്കാറില്ലല്ലോ. ഇതൊക്കെ ശപിച്ച പോലെ ഇപ്പൊ പറഞ്ഞത് ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. നന്നായി ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ട്രാവൻകൂട് ഷാപ്പ് വളരെ വലിയ വിജയമായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി ഒരുപാട് സ്ക്രീൻസിലേക്ക് നിറഞ്ഞോടട്ടെ. 2025 അടുത്തൊരു വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് എത്തട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നീ നല്ല നല്ല സിനിമകളൊക്കെ ചെയ്യട്ടെ. താങ്ക് യു. താങ്ക് യു. ഇങ്ങനെ